ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കായും ഉണക്കസ്രാവിൻ്റെ എല്ലും കൂടെ ഇട്ട് നല്ലൊരു നാടൻ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പഴമയുടെ ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയാണിത്. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണിത്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്രാവ് മീൻ്റെ എല്ലെടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാങ്ങ പുളിക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു ചെറിയ തക്കാളി, 3 ചെറിയ ഉള്ളി, 4 പച്ചമുളക്. പച്ചമുളക് ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ പച്ചമുളക് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ചേർക്കുന്നില്ല, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഉണക്കസ്രാവിൻ്റെ എല്ല് ചേർക്കുന്നതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അതിൻ്റെ ഉപ്പ് തന്നെ ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്തിയാൽ മതി കറിയാവുമ്പോൾ. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്, വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർക്കണ്ട, ഇതിൽ ഉണക്കമീൻ ചേർക്കുന്നത് കൊണ്ട്. ഇനി ഇത് വെന്തോ നോക്കാം നമുക്ക്. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചട്ടിയിലല്ലേ നമ്മളിത് വേവിക്കുന്നത്, അടി പിടിച്ചു പോകും. ചക്കക്കുരു പൊടിയുള്ളതായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട് ചക്കക്കുരുവൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഉടയാത്ത ചക്കക്കുരു ഒക്കെ ഒന്ന് തവി കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ ഉടഞ്ഞു കിട്ടും. ഇനി ഇത് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക വെന്ത് പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. ഇനി ഇത് വെന്തോ നോക്കാം. മുരിങ്ങയ്ക്ക ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഇനി തിളച്ച് വരുവോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കറിയൊക്കെ നല്ലപോലെ തിളച്ച് ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. ഇനി തീ ഓഫാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, നമ്മൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ ഒരു 2 ഉണക്കമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വീഡിയോക്ക് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ ഇത്, നാടൻ കറിയാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി.